എന്താണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ സംഭവിക്കുന്നത്? നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പോലും ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് കുട്ടികൾ ചിന്തിക്കുന്നു. പത്തനംതിട്ടയിലെ അമ്മുവിൻ്റെ മരണം പെൺമക്കളുള്ള മാതാപിതാക്കളെ വല്ലാതെ വേദനിപ്പിച്ചതാണ്. തൊട്ടു പിന്നാലെയാണ് കണ്ണൂർ തളിപ്പറമ്പിൽ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയുടെ മരണവാർത്ത കേട്ടത്. എറണാകുളം തോപ്പുംപടി സ്വദേശിനി ആൻമരിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്താണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടില്ല. തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിയിലെ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനി ആൻമരിയ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പോയിരുന്നില്ല. വൈകിട്ട് സഹപാഠികളെത്തി അന്വേഷിച്ചപ്പോഴാണ് ഹോസ്റ്റലിലെ ശുചിമുറി പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത്. തുടർന്ന് പരിശോധിച്ചപ്പോൾ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ആൻമരിയെ കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. തുടർന്ന് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനമെന്നും മരണകാരണം വ്യക്തമല്ലെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. എറണാകുളം തോപ്പുംപടി സ്വദേശിനി ആൻമരിയ തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിയിലെ അവസാന വർഷ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയാണ്. വിദേശത്തുള്ള അച്ഛനും സഹോദരനും നാട്ടിലെത്തിയ ശേഷമായിരിക്കും മറ്റു നടപടികൾ. നാട്ടിലുള്ള അമ്മയെ മരണവിവരം അറിയിച്ചിട്ടില്ല. മരണത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കണ്ണൂർ, കൊച്ചി. പത്തനംതിട്ട ചുട്ടിപ്പാറയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ സഹപാഠികളായ 3 പെൺകുട്ടികൾ അറസ്റ്റിലായെങ്കിലും കേസിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവുമാണ് അമ്മുവിന്റെ മരണത്തിന് കാരണമെന്നാണ് നിലവിലെ കണ്ടെത്തൽ. എന്നാൽ കുടുംബം ആരോപിക്കുന്നത് പോലെ കൊലപാതക സാധ്യത പോലീസ് പരിശോധിക്കേണ്ടതല്ലേ? ഇതോടൊപ്പം മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. അമ്മുവിൻ്റെ ഫോണിൽ എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടോ? അവൾ എഴുതുമെന്ന് പറയുന്ന കത്തിൻ്റെ ആധികാരികത ഉൾപ്പെടെ അന്വേഷിക്കണം. സഹപാഠികളായ അലീന, അക്ഷിത, അഞ്ജന മധു എന്നിവരുടെ മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവുമാണ് അമ്മു സജീവന്റെ മരണത്തിന് കാരണമെന്നാണ് നിലവിലുള്ള കേസ്. എന്നാൽ മറ്റു കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. മരണത്തിൽ ഹോസ്റ്റൽ അധികൃതർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ വാർഡന്റെ പരസ്പര വിരുദ്ധ മൊഴിയിലും അമ്മുവിന്റെ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. അമ്മുവിന് മുറി മാറ്റി നൽകിയതും വീണ സ്ഥലത്ത് ചെളിയും മെറ്റലും ഉണ്ടായിരുന്നെങ്കിലും അവയൊന്നും ദേഹത്തില്ലാതിരുന്നതും സംശയമുണ്ടാക്കുന്നതായി കുടുംബം പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അമ്മുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് സഹപാഠികൾക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. നവംബർ 15 രാത്രിയാണ് അമ്മുവിന്റെ മരണം. അതിനും ഒരാഴ്ച മുമ്പ് സഹപാഠികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നാരോപിച്ച് പിതാവ് സജീവ് കോളേജ് പ്രിൻസിപ്പലിന് ഇമെയിലിലൂടെ പരാതി നൽകിയിരുന്നു. ആരോപണ വിധേയരായ വിദ്യാർത്ഥികളോട് വിശദീകരണം തേടുകയും മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. അലീന, അക്ഷിത, അഞ്ജന എന്നിവരുമായി അമ്മു സൗഹൃദത്തിലായിരുന്നെങ്കിലും പിന്നീട് അകന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. രോഗികളുടെ വിവരങ്ങൾ കുറിക്കുന്ന ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥിനികൾ തമ്മിൽ തർക്കം ആരംഭിക്കുന്നത്. ഈ ബുക്ക് ആരുടെ കൈവശമാണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അമ്മുവിനെ ടൂർ കോർഡിനേറ്റർ ആക്കിയതും പ്രശ്നങ്ങൾക്കിടയാക്കി. മൂന്ന് പ്രതികൾക്ക് പുറമെ കോളേജിലെ മറ്റ് സഹപാഠികൾക്ക് സംഭവത്തിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. ഗുരുതരമായി പരിക്കേറ്റ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച അമ്മുവിനെ ദൂരക്കുറവുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞതനുസരിച്ചാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കുടുംബത്തിന്റെ ആരോപണങ്ങളിലും പരാതിയിലും
വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. തിങ്കളാഴ്ച പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ന്യൂസ് 18 പത്തനംതിട്ട.